കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി. കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി. ഹെഡ്മിസ്ട്രസ് CM ഉഷയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ് ഹരിത വിദ്യാലയ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അത്തരത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, മാലിന്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഇപ്പൊ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ ജൈവ അജൈവ ഇലക്ട്രോണിക് മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങൾ മണ്ണിൽ ലയിച്ചു ചേരുന്നതും മണ്ണിൽ ലയിച്ചു ചേരാത്തതുമായി രണ്ടായി തരംതിരിച്ച് ആ തരത്തിലാണ് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മണ്ണിൽ ലയിച്ചു ചേരുന്നതിന് നമുക്ക് നമ്മുടെ നാടിന്റെ പൊതു ആവശ്യങ്ങൾക്കായി വളമായി ഉപയോഗിക്കാനും മണ്ണിൽ ലയിച്ചു ചേരാത്തതിനെ കളക്ട് ചെയ്ത് അത് ഇവിടുന്ന് കയറ്റി അയക്കുന്ന സംവിധാനം ഉൾപ്പെടെ നഗരസഭകൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ അത് കൂടാതെയുള്ള മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ വായുവിൽ മാലിന്യമുണ്ട്, അതുപോലെ നമ്മൾ കുടിക്കുന്ന ജലസ്രോതസ്സുകൾ മാലിന്യമുണ്ട്. ഇതിനെല്ലാം സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഈ നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്റ്റാഫ് സെക്രട്ടറി ജിൻസി ജോസഫ്, TEBV എന്നിവർ സംസാരിച്ചു. ഹരിത വിദ്യാലയ പ്രതിജ്ഞയും സ്കൂൾ പരിസരത്ത് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും റാലിയും നടത്തി. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.